അടുത്ത തവണ നിങ്ങൾ ഒരു യാചകനെ തെരുവിൽ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കൂ. അവരുടെ കണ്ണുകളിലെ നിസ്സഹായതയ്ക്ക് പിന്നിൽ ഒരു വലിയ ചതിയുടെ കഥ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. ആന്ധ്രാപ്രദേശിൽ കുട്ടികളെ ഒരു ദിവസത്തേക്ക് വെറും 300 രൂപയ്ക്ക് വാടകയ്ക്കെടുക്കുന്ന ഭീകരമായ ഒരു ലോകം ഇവിടെയുണ്ട്. 9 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് പോലും ഉറക്ക ഗുളികകൾ നൽകി അവരുടെ കരച്ചിൽ പോലും പുറത്തു വരാത്ത വിധം നിശബ്ദരാക്കുന്നു. ചെന്നൈയിൽ അധികം വൈകാതെ പുറത്തു വന്നത് ഇതിലും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. സ്ത്രീകളെ ഹിന്ദുക്കളുടെ കാവ്യവസ്ത്രം ധരിപ്പിച്ച് ക്ഷേത്രങ്ങൾക്ക് മുന്നിൽ ഭിക്ഷ യാചിപ്പിക്കുന്നു. പിന്നീട് ഇതേ ആളുകൾ തന്നെ വേഷം മാറി മുസ്ലിം ബുർഖ ധരിച്ച് പള്ളികളുടെ മുന്നിലും യാചിക്കുന്നു. ഇതൊരു സാധാരണ കാര്യമല്ല സുഹൃത്തുക്കളെ, ഇതൊരു വലിയ ശൃംഖലയാണ്, ബഗ്ഗർ മാഫിയ. നമ്മുടെ രാജ്യത്ത് 4 ലക്ഷത്തിലധികം യാചകരുണ്ട്. അതിൽ നിങ്ങൾ വിശ്വസിക്കുമോ 21% പേരും 12ാം ക്ലാസ് പാസ്സായവരാണ്. ആയിരക്കണക്കിന് പേർ ഡിപ്ലോമ ഡിഗ്രിയുമുണ്ട്. എന്നിട്ടും ഇവർ തെരുവിൽ യാചിക്കുന്നു. എന്തായിരിക്കും ഇതിന് പിന്നിലെ കാരണം? ദാരിദ്ര്യം ഒരു വലിയ പ്രശ്നമാണ്. പലർക്കും മറ്റു വഴികളില്ല. എന്നാൽ ഈ ദരിദ്രത്തെ മുതലെടുത്ത് വലിയൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? 2022 ബീഹാറിൽ നിന്ന് കാൺപൂരിലേക്ക് ജോലി അന്വേഷിച്ചെത്തിയ ദിവസവേതനക്കാരനായിരുന്നു സുരേഷ് മാഞ്ചി. വീസകളോടെയാണ് അവനൊരു പുതിയ ജീവിതം സ്വപ്നം കണ്ടത്. കാൺപൂരിലെ യശോദ നഗർ ചേരിയിലായിരുന്നു അവൻ്റെ താമസം. ഒരു ദിവസം വിജയ് എന്നൊരാളെ അവൻ കണ്ടുമുട്ടി. അയാൾ സുരേഷിന് നല്ലൊരു ജോലി വാഗ്ദാനം ചെയ്തു. ചക്കരക്കട്ടി പാലത്തിനടിയിൽ വരാനായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ അടുത്ത ദിവസം അവിടെ എത്തിയ സുരേഷിനെ കാത്തിരുന്നത് ഭീകരമായ ഒരു അനുഭവമായിരുന്നു. പിന്നിൽ നിന്ന് ആരോ വന്ന് അവൻ്റെ വായിൽ കറുത്ത തുണി തിരികെ അവനെ തട്ടിക്കൊണ്ടുപോയി. പിന്നീട് സംഭവിച്ചത് അതിക്രൂരമായിരുന്നു. മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തി അവൻ്റെ കണ്ണുകളിൽ രാസവസ്തു കുത്തിവെച്ച് അന്ധനാക്കി. അതോടൊപ്പം അവൻ്റെ കൈകളിലെ എല്ലാ വിരലുകളും മുറിച്ചു മാറ്റി. ശരീരത്തിൽ പല ഭാഗങ്ങളിലും ആഴത്തിലുള്ള മുറിവുകളുണ്ടാക്കി. എന്തിനായിരിക്കും ഈ ക്രൂരത? ഒരേ ഒരു ലക്ഷ്യം, സുരേഷിനെ ഭിക്ഷ യാചിക്കാൻ അനുയോജ്യനാക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സുരേഷിനെ ഈ സംഘം 70,000 രൂപയ്ക്ക് ഒരു സ്ത്രീക്ക് വിറ്റു. രാജ് എന്നൊരാൾ അവനെ ഗോരഖ്ധാം എക്സ്പ്രസ്സിൽ ഡൽഹിക്ക് കൊണ്ടുപോയി. ഡൽഹിയിലെത്തിയ ശേഷം അവനെ മറ്റ് യാചകരോടൊപ്പം ഭിക്ഷ യാചിക്കാൻ ഒരു സ്ഥലത്ത് തള്ളിയിട്ടു. സുരേഷിനും അവനെപ്പോലെയുള്ള മറ്റുള്ളവർക്കും ഈ മാഫിയ ഒരു ദിവസത്തേക്ക് വെറും 2 റൊട്ടികൾ മാത്രമാണ് നൽകിയിരുന്നത്. അവസരം മെലിഞ്ഞവരുമായിരുന്നാൽ ആളുകൾ കൂടുതൽ ദയ കാണിക്കുമെന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. ദിവസവും അവരെ പീഡിപ്പിച്ചു. ശരീരത്തിൽ രാസവസ്തുക്കൾ കുത്തിവെച്ചു. കാലക്രമേണ സുരേഷിന്റെ ശരീരം ഈ പീഡനങ്ങൾ താങ്ങാനാവാതെ തളർന്നു. അവന് അണുബാധയുണ്ടായി. അവൻ്റെ അവസ്ഥ വളരെ മോശമായി. പണത്തിനു വേണ്ടി ഭിക്ഷ യാചിക്കാൻ പോലും അവന് കഴിയാതെയായി. ഉപയോഗശൂന്യമായപ്പോൾ അവനെ വാങ്ങിയവർക്ക് മറ്റൊരാളെ ആവശ്യമായി വന്നു. സുരേഷിന്റെ മോശം ആരോഗ്യ കാരണം രാജ് അവനെ വിജയുടെ കൂടെ കാൺപൂരിലേക്ക് തിരിച്ചയച്ചു. എന്നാൽ അവിടെയും അവൻ്റെ ദുരിതത്തിന് അറുതി ഉണ്ടായില്ല. വീണ്ടും നിർബന്ധിച്ച് ഭിക്ഷ യാചിപ്പിച്ചു. രാവിലെ മുതൽ വൈകുന്നേരം വരെ നഗരത്തിലെ പ്രധാന കവലകളിൽ അവൻ യാചിച്ചു. കിട്ടുന്ന പണം മുഴുവൻ അവനെ തട്ടിക്കൊണ്ടുപോയവർ കൈക്കലാക്കി. ഒടുവിൽ അവൻ്റെ അവസ്ഥ കൂടുതൽ വഷളായപ്പോൾ അവനെ തട്ടിക്കൊണ്ടുപോയവർ അവനെ ഉപേക്ഷിച്ചു പോയി. അതിനുശേഷം എങ്ങനെയൊക്കെയോ സുരേഷ് വീട്ടിലെത്തി. അവൻ്റെ രൂപം അത്രയധികം മാറിയിരുന്നു. സ്വന്തം കുടുംബങ്ങൾക്ക് പോലും അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇത് വെറും കെട്ടുകഥയല്ല സുഹൃത്തുക്കളെ. എയുടെ സഹായത്തോടെ ദൃശ്യങ്ങൾ പുനരാവിഷ്കരിച്ചെങ്കിലും ഇത് സത്യത്തിൽ സംഭവിച്ചതാണ്. ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് സുരേഷിന്റെ യഥാർത്ഥ ചിത്രങ്ങൾ കാണാം. പിന്നീട് ഒരു പ്രാദേശിക MLA അവരുടെ കുടുംബത്തെ സഹായിക്കുകയും പോലീസിൽ പരാതി നൽകാൻ സഹായിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ഭീകരമായ സംഭവം പുറം ലോകം അറിഞ്ഞത്. സുരേഷിന്റെ കഥ മാത്രമല്ല ഇത്. ഭിക്ഷ യാചിക്കാൻ വേണ്ടി ആളുകളുടെ കൈക്കാലുകൾ തല്ലിയൊടിക്കുന്ന സംഭവം നിരവധിയാണ്. ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി 12 ദിവസത്തോളം പരിക്കുകളോടെ ഉപേക്ഷിക്കുന്നു. പല്ലുകൾ തല്ലിയൊടിക്കുന്നു. കണ്ണുകൾക്ക് ഗുരുതരമായ പരിക്കുകൾ വരുത്തുന്നു. വിഷം കുത്തിവെക്കുന്നു. എന്തിനേറെ പറയുന്നു, മനുഷ്യന്റെ മനഃസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരകളാണ് ഈ മാഫിയ ചെയ്യുന്നത്. സുരേഷിന്റെ കേസ് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇതൊരു വലിയ ശൃംഖലയാണ്, ബഗ്ഗർ മാഫിയ. കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. ഇന്ത്യയിലെ സംഘടിത ഭിക്ഷാടനം 1.5 ലക്ഷം കോടിയുടെ വ്യവസായമാണ് ഉണ്ടാക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ, അതിൽ കൂടുതലും കുട്ടികളും സ്ത്രീകളും ഈ ചൂഷണത്തിനിരയാകുന്നു. നിങ്ങൾ ഒരു യാചകന് നൽകുന്ന ചെറിയ തുക പോലും എത്തിച്ചേരുന്നത് ഈ മാഫിയയുടെ കൈകളിലേക്കാണ്. അറിയാതെ നമ്മളും ഈ ക്രൂരതയ്ക്ക് ഒരു പങ്ക് വഹിക്കുകയാണ്.
രാഷ്ട്രീയക്കാരും പോലീസുകാരും ഈ മാഫിയയിൽ പങ്കാളികളാകുന്നുണ്ട് കൊണ്ട് തന്നെ ഇവരെ പിടികൂടുന്നത് അത്ര എളുപ്പമല്ല. ഈ സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ മാഫിയ എങ്ങനെ തടയാൻ സാധിക്കും? നിങ്ങൾ ഒരു യാചകനെ കാണുമ്പോൾ അവരെ സഹായിക്കാൻ 2 പ്രധാന വഴികളാണുള്ളത്. ഒന്നാമതായി നിങ്ങൾക്ക് അവരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണെന്ന് സംശയം തോന്നുന്നുണ്ടെങ്കിൽ 1098 എന്ന ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ വിളിക്കുക. രണ്ടാമതായി നിങ്ങൾക്ക് അവരെ വിശ്വസനീയമായ NGOകൾക്ക് കൈമാറാം. അവർക്ക് നല്ലൊരു ജീവിതം നൽകാൻ ഈ സംഘടനകൾക്ക് സാധിക്കും. ഇന്ത്യൻ നിയമത്തിൽ ഭിക്ഷാടനം ഒരു കുറ്റകൃത്യമാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ ഇതിന് വ്യത്യസ്ത ശിക്ഷകളുണ്ട്. തട്ടിക്കൊണ്ടുപോകൽ, അംഗഭംഗം വരുത്തൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് കടുത്ത ശിക്ഷകളാണ് നിയമം അനുശാസിക്കുന്നത്. എന്നാൽ ഈ നിയമങ്ങൾ ശരിയായ രീതിയിൽ നടപ്പാക്കപ്പെടുന്നുണ്ടോ എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. ഈ വിഷയത്തിൽ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ ഷെയറും ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കും. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹിന്ദി ചാനലായ ധ്രുവരത്തെ എന്ന ആളുടെ വീഡിയോയുടെ മലയാളം പരിഭാഷയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൈമാറിയിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ. ഇതാണ് നമ്മുടെ ഇന്ത്യ.